ഹായ് ഹലോ എ വെരി ഗുഡ് ഈവനിങ് എവ്രി വൺ. വീണ്ടും ഒരു തിങ്കളാഴ്ച OET റീഡിംഗ് മിറ്റിഗേഷനുമായിട്ട് ഞാൻ കൃഷ്ണ ഫ്രം 𝐻𝐿 അക്കാദമി ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റീഡിങ്ങിൻ്റെ പാർട്ട് A ആണ്. 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളിന്ന് സംസാരിക്കും. സോ ബിഫോർ ദാറ്റ് പറയൂ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? ഇഫ് യെസ്, ഡു ലെറ്റ് മീ നോ ത്രൂ യുവർ കമൻറ്റ്സ്. നിങ്ങളുടെ കോമൻറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ഇൻട്രാക്റ്റീവായിട്ട് ഈ ലൈവ് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത്. സോ ഡു ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ്സ് ദാറ്റ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൃത്യം 8 മണി കഴിഞ്ഞു. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ലൈവ് ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്ത് ആൻഡ് നമുക്കിന്ന് ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിലെ 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ആൻഡ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രീ ആയിട്ട് 𝐻𝐿 അക്കാദമി റീഡിംഗ് എന്ന് പറയുന്ന പേജിൽ നമ്മുടെ മെറ്റീരിയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പബ്ലിഷ് ചെയ്ത മെറ്റീരിയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ട് ഈ 20 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് ഈ ലൈവ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓൾറെഡി നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ഇരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റായിട്ടും എത്ര ടൈമിലാണ് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് എല്ലാം കിട്ടിയത്? എത്ര ക്വസ്റ്റ്യൻസ്? 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ആൻസറിങ് നിങ്ങൾ നോക്കുക, നിങ്ങൾ 15 മിനിറ്റിന് താഴെ ഈ പറയുന്ന പാർട്ട് A ഡീൽ ചെയ്തിട്ടുണ്ടോ എന്ന്. ആൻഡ് ഇഫ് യെസ്, യു ഗൈസ് ആർ റെഡി ഫോർ യുവർ OET എക്സാം. സോ യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു മെഡിക്കേഷനെ കുറിച്ചാവാം, ഒരു ഡോസേജിനെ കുറിച്ചാവാം, ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിനെ കുറിച്ചായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് എവ്രി വൺ ഈസ് റെഡി വിത്ത് ദ മെറ്റീരിയൽ. സോ യെസ്, ബിഫോർ ദാറ്റ് ടെൽ മീ ഗൈസ്, ഹൗ ആർ യു ഗൈസ് ഡൂയിങ്? നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ജോലിയിലാണോ? വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ കയറിയിരിക്കുന്ന സമയമാണോ? അതോ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമാണോ? ഓർ OET ആസ്പിറൻസ് ആണോ പ്രിപ്പറേഷൻ ഇടയിൽ? ഓക്കെ, ശരി, നമുക്കെന്നാൽ ഈ ലൈവ് സെഷൻ ഒന്ന് കണ്ടേക്കാം, എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് കരുതിയിട്ട് വന്ന ആൾക്കാരാണോ? ഇഫ് യെസ്, യു ഗൈസ് ആർ ട്രൂലി അറ്റ് ദ റൈറ്റ് പ്ലേസ് അല്ലേ. നിങ്ങൾക്ക് ഇനി വരുന്ന 1 മണിക്കൂർ കൃത്യമായിട്ട് എങ്ങനെ OET റീഡിംഗ് പാർട്ട് A സോൾവ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാൻ ദിസ് ഈസ് കൃഷ്ണ ഫ്രം 𝐻𝐿 അക്കാദമി. സോ യെസ്, നമ്മുടെ ലൈവ് സെഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് ടെൽ മീ ഗൈസ്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? എല്ലാവരുടെയും പ്രിപ്പറേഷൻ്റെ ഒരു ലെവൽ എന്താണ്? നന്നായിട്ട് പോകുന്നുണ്ടോ? ആൻഡ് ഹൗ ഡു യു ഗൈസ് തിങ്ക്, അല്ലെങ്കിൽ ഹൗ ഓർ വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ മൊഡ്യൂൾ ഓഫ് റീഡിംഗ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര ടഫായിട്ടുള്ളൊരു മൊഡ്യൂളാണെന്നാണോ, ഓർ ഇറ്റ്സ് ലൈക്ക് വെരി ഈസി ടു യു എന്നുള്ളതാണോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. ആൻഡ് ലെറ്റ് സീ ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു സേ ഓൾ ദ ആൻസേഴ്സ് ടു ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് ഐ എം ഗോണ ആസ്ക്. I'll be presenting you with 20 questions. 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് തന്ന 20/20 നേടിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാൻ ഞാനും ആഗ്രഹിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. സോ യെസ്, സോ ഇൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ദ മെറ്റീരിയൽ വിൽ ബി പോപ്പിംഗ് അപ്പ് ഓൺ യുവർ സ്ക്രീൻ. അത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ആൻഡ് ബിഫോർ ദാറ്റ് ഐ എം ഹാവിങ് എ കമൻറ്റ് ഓവർ ഹിയർ. അമ്മു വാസ് എ റെഗുലർ വ്യൂവർ, എ റെഗുലർ സ്റ്റുഡൻറ്റ് ഓഫ് മൈൻ. അമ്മു, ഗുഡ് ഈവനിങ് ഡിയർ, ഹൗ ആർ യു? യെസ്, എല്ലാ തവണയും എൻ്റെ അടുത്ത് അമ്മ കൃത്യമായിട്ട് ചോദിക്കും, ഹൗ ആം ഐ ഡൂയിങ്? ഐ എം ഡൂയിങ് ഗ്രേറ്റ് കുട്ട. ആൻഡ് ഹൗ ആർ യു ഡൂയിങ് ഡിയർ? ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ ഓവർ ദെയർ. സോ യെസ്, എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങളുടെ നെറ്റ്വർക്ക് എററും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അറിയാം. സോ ട്രൈ ടു ബി ഇൻ എ സേഫ് പ്ലേസ് ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് ദി 20 ക്വസ്റ്റ്യൻസ് ഓഫ് ടുഡേയ്സ് മെറ്റീരിയൽ. നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഇപ്പോൾ തന്നെ മെറ്റീരിയൽ പോപ്പപ്പ് ചെയ്യും. ആൻഡ് അത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ആൻഡ് ബിഫോർ ഹാൻഡ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് വിത്ത് ദ OET റീഡിംഗ് പാർട്ട് A. അപ്പോൾ OET റീഡിംഗ് പാർട്ട് A എന്ന് പറയുന്നത് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടൈപ്സ്. ആൻഡ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 20 ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് അല്ലെങ്കിൽ എഴുതാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് മാത്രമാണ്. സോ എത്ര വേഗം നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ടെക്നിക് എന്ന് പറയുന്നത് പെട്ടെന്ന് വായിച്ചെടുക്കുക, പെട്ടെന്ന് ഐഡിയാസ് ഗ്രാസ്പ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആൻഡ് ഇതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ആണ്. അപ്പോൾ സ്കിമ്മിങ് എന്ന് പറയുന്നത് ഓവറോൾ അല്ലെങ്കിൽ ഒരു ജനറൽ വ്യൂ ഓഫ് ദ ടെക്സ്റ്റ് ആയിരിക്കും. സ്കാനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിലിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, വിച്ച് ഇസ് ലുക്കിംഗ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ. സോ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. സോ ഐ ഹോപ്പ് എവ്രി വൺ ഈസ് റെഡി വിത്ത് ദ മെറ്റീരിയൽ. ആൻഡ് ഈ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് കൊണ്ട് നിങ്ങൾ എന്താണ് ട്രേസ് ഔട്ട് ചെയ്യാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും വേർഡ്സ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ബീങ് ആസ്ക്ഡ്, വിച്ച് ആർ കോൾഡ് കീവേഡ്സ്. നിങ്ങൾക്ക് ആ കീവേഡ്സ് സെറ്റ് മനസ്സിലാക്കിയാൽ, കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയെങ്കിൽ ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ യെസ്, യോഗേശ്വരി, ഗുഡ് ഈവനിങ് ഡിയർ. സോ അമ്മു ഇസ് ഡൂയിങ് ഗുഡ്, ഗ്രേറ്റ് ടു ഹിയർ. സോ യെസ്, അപ്പോൾ ഞാൻ നിങ്ങളെ പതുക്കെ നിങ്ങളുടെ മെറ്റീരിയലോടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക.
I'm gonna give you an introduction. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നോക്കും. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ കീവേഡ്സ് ഇതായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു വരയിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഫുള്ളി സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാതിരിക്കുക. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്തൊരു സ്പെസിഫിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. So yes, Naibi, hi Naibi, how are you dear? So yes, I hope everyone is ready. So here comes the material. So ഇന്നത്തെ നമ്മളുടെ മെറ്റീരിയലിൻ്റെ പേരാണ് സെപ്സിസ്. അബി, ഗുഡ് ഈവനിങ് അബി. സോ യെസ്, സോ സെപ്സിസ് എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന OET റീഡിംഗ് പാർട്ട് എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 ടെക്സ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ടെക്സ്റ്റ് A, B, C ആൻഡ് D. ഈ 4 ടെക്സ്റ്റും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ എലാബറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ആൻഡ് ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഡിഫറൻസിയേഷൻ ഉണ്ടാവും. ബിക്കോസ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി കാര്യങ്ങളായിരിക്കും. അതായത് ആ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറോ എന്തോ ആയിക്കോട്ടെ അതിലേക്ക് നിങ്ങളെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫിങ്, ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ബ്രീഫിങ് ഈ ഇൻട്രോ പാർട്ടിലായിരിക്കും തരുന്നത്. ആൻഡ് ടുവേർഡ്സ് അടുത്ത ഒരു സെക്ഷനിലേക്ക്, അതായത് ടെക്സ്റ്റ് ബിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഡെഫിനറ്റ് ആയിട്ടും സൈൻസ് ആൻഡ് സിംറ്റംസോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ പ്രൊസീജിയേഴ്സോ അങ്ങനെയുള്ള ടെസ്റ്റോ അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. സോ യെസ്, ഫെമി, ഗുഡ് ഈവനിങ്. അബി, ഐ എം ഡൂയിങ് ഗുഡ് ഡിയർ, ഹൗ ആർ യു ഡൂയിങ്? സോ യെസ്, സോ സെപ്സിസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇൻട്രൊഡക്ഷൻ ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വാട്ട് ഇസ് സെപ്സിസ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ വാട്ട് ഇസ് സെപ്സിസ്? Sepsis is a life-threatening reaction to an infection. So ഒരു ഇൻഫെക്ഷനുള്ള റിയാക്ഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഫെയ്റ്റൽ. ലൈഫ് ത്രെറ്റനിങ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അവിടെ സിനോണിം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫെയ്റ്റൽ എന്നുള്ള ഒരു വേർഡിനെ അവിടെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ യെസ്, സോ എങ്ങനെയാണ് സെപ്സിസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പതുക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് അടുത്ത ഒരു സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഓർ ഡിസോറിയൻറ്റേഷൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഹൈ ഹാർട്ട് റേറ്റ്, ഫീവർ ഓർ ഷിവറിംഗ് ഓർ ഫീലിംഗ് വെരി കോൾഡ്, എക്സ്ട്രീം പെയിൻ ഓർ ഡിസ്കംഫർട്ട് ആൻഡ് clammy or sweaty skin. So these are the signs and symptoms of this particular condition called sepsis. And moving on, നിങ്ങൾക്ക് കാണാൻ പറ്റും സെപ്സിസ് ഇൻ ന്യൂ ബോൺ. ഒരു പെർട്ടിക്കുലർ കാറ്റഗറീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ന്യൂ ബോൺസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ന്യൂ ബോണിനെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവിടെ കാണിക്കുന്നുണ്ട്. സോ സെപ്സിസ് ക്യാൻ ഡെവലപ്പ് വിത്തിൻ 24 hours ഓഫ് ബർത്ത് ആൻഡ് ഇൻ ന്യൂ ബോൺസ് ദ ഇഷ്യൂ ഇസ് കോൾഡ് നിയോനേറ്റൽ സെപ്സിസ്. സോ അവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ടേം തന്നെ കിട്ടുകയാണ്, വിച്ച് ഇസ് കോൾഡ് നിയോനേറ്റൽ സെപ്സിസ്. സോ അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സോ യെസ്, ബെൻസി, ഗുഡ് ഈവനിങ് ബെൻസി. സോ യെസ്, ടെക്സ്റ്റ് ബിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കിത് ആർക്കൊക്കെയാണ് ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ ബേബീസിൻ്റെ കാര്യമുണ്ട്, പീപ്പിൾ ഓവർ 75 ഒരു ഏജ് ഗ്രൂപ്പിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡയബറ്റീസ് ഉള്ള ആളുകൾക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട്, വീക്കൻ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവർക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട്, പിന്നെ റീസെൻ്റ് ആയിട്ട് സർജറിയും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് കാരണം ഒരു സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫോർ women who have just given birth or had a miscarriage or had an abortion. So ഇത്രയും തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ കോൾഡ് സെപ്സിസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലെന്നാണ് പറയുന്നത്. സോ യെസ്, ഇനി കുറച്ച് കഴിയുമ്പോൾ വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള കുറച്ച് സൈൻസ് കാണാം. ഫോർ വാർണിംഗ് സൈൻസ് ഇൻക്ലൂഡ് ഹൈ ഫീവർ, ലോ ബ്ലഡ് പ്രഷർ, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ഡ്രാസ്റ്റിക് ബോഡി ടെമ്പറേച്ചർ ചേഞ്ച്, വേഴ്സണിങ് ഇൻഫെക്ഷൻ, മെൻ്റൽ ഡിക്ലൈൻ ആൻഡ് സിവിയർ ഇൽനെസ്. ഇനി അതിന് തൊട്ട് ചേർന്ന് തന്നെ 3 stages ഓഫ് സെപ്സിസ് അവിടെ പറയുന്നുണ്ട്, വിച്ച് ആർ സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. സോ യെസ്, 3 stages നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ ഐ ഹാവ് മാർക്ക്ഡ് ഓൺ ദ റൈറ്റ് കോർണർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സെപ്സിസ്. സി, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് ടെക്സ്റ്റ് സി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ്, ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്യൂറിനെ കുറിച്ച് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് സംസാരിക്കണം. സോ ഇവിടെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന സെപ്സിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പം ദാറ്റ് ഈസ് ഫൗണ്ട് ബൈ സ്റ്റെഫിലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയ കൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ വരുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് സെപ്സിസ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഏതൊക്കെ അവസരത്തിലാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എത്ര നാൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി റിക്കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് എങ്ങനെയാണ് ആ റിക്കവറിങ് പീരീഡ് എങ്ങനെയാണ്, എന്തൊക്കെ അവർ
കടന്നു പോകും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞുള്ള ലോങ് ടേം എഫക്ട്സിനെ കുറിച്ച്, അതായത് ഈ പറയുന്ന സെപ്സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ലോങ് ടേം എഫക്ട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം. സോ അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും എല്ലാം താഴേക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഫീലിംഗ് വെരി ടയർഡ് ആൻഡ് വീക്ക് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ്, ലാക്ക് ഓഫ് appetite, getting ill more often, changes in your mood or anxiety or depression, nightmares or flashbacks, and PTSD, which is post traumatic stress disorder. And ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ പറയുന്ന പോസ്റ്റ് സെപ്സിസ് സിൻഡ്രത്തിനെ ട്രീറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. പ്രിവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് മൂവിങ് ഓൺ ടു ടെക്സ്റ്റ് ഡി, വിച്ച് ഇസ് ഓൾ അബൌട്ട് ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി റിഗാർഡിങ് മെഡിക്കേഷൻ. യെസ്, സോ മെഡിക്കേഷനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. സോ ഇവിടെ ഓരോ കാറ്റഗറി, സസ്പെക്റ്റഡ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈൻസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ട ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈൻസ് എന്നും പറഞ്ഞിട്ട് കുറേയധികം, സ്റ്റാർട്ടിങ് ഫ്രം ലങ് തൊട്ട് യു ഹാവ് ലൈക്ക് ന്യൂട്രോപാനിക് തൊട്ട് അൺഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിന് താഴെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസേജും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡോസേജ്. So yes, so I hope the material is clear to each and everyone. Oh, today you didn't receive reading mitigation material. Oh my god. See, I hope it is published in Needu's Academy's reading page. Yes. So yes, if not, നമ്മളിപ്പം കൃത്യമായിട്ട് പോയിട്ടുണ്ട്. And I am ready to scroll you through the screen. We will discuss 20 questions. നിങ്ങൾക്ക് കിട്ടാത്ത ആൻസേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ട്. So yes, so നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോയാലോ? ടൈം ഒട്ടും കളയാനില്ല, ബിക്കോസ് വി ഹാവ് ഓൺലി like 1 hour to discuss all the 20 questions. Okay, so ഇവിടെ questions 1 to 7, for each questions 1 to 7 decide which text A, B, C or D the information comes from. You may use any letter more than once. In which text can you find information about? So ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 to 7 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ടെക്സ്റ്റിൻ്റെ എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ എന്നുള്ളത് മാത്രം എടുത്തെഴുതുക. സോ യു ക്യാൻ യൂസ് ലെറ്റേഴ്സ് ലൈക്ക് A, B, C and D. ഈ 4 ലെറ്റേഴ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ I hope that is clear to everyone. And ഈ 4 ലെറ്റേഴ്സ് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാം. അതായത് 2 ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ എ എന്നോ, 2 ക്വസ്റ്റ്യൻസിന് ഡി എന്നോ, 2, 3, 4 ക്വസ്റ്റ്യൻസിന് ഡി എന്നോ സി എന്നോ ഒക്കെ ആൻസേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഐ ഹോപ്പ് എവരി വൺ ഇസ് റെഡി. യെസ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ യെസ്, വാട്ട് ഇസ് പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം? പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് നിങ്ങൾ എവിടെയാണ് വായിക്കുന്നത്? ഏത് പാർട്ടിലാണ്? ടെക്സ്റ്റ് എയിലാണോ, ബിയിലാണോ, സിയിലാണോ? Okay, Femi has already commented the answer C. Let's see if it is right or not. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ആൻഡ് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ റീഡിംഗ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ യെസ്, ഓക്കെ, ഫെമി ആൻഡ് ബെൻസി ഹാവ് കമൻറ്റഡ് C. യെസ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. സോ യെസ്, ഐ എം ടേക്കിംഗ് യു ടു ടെക്സ്റ്റ് സി. ടെക്സ്റ്റ് സിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പോസ്റ്റ് സെപ്സിസ്. സോ നമ്മളുടെ കീവേഡ് എന്ന് പറയുന്നത് അവിടെ പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം എന്ന് പറയുന്നതാണ്. ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് നിങ്ങൾ എവിടെയാണ് വായിച്ചു പോകുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കുക. സോ യെസ്, ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ടെക്സ്റ്റ് സി. യെസ്, സോ യെസ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാർണിംഗ് സൈൻസ് ഓഫ് സെപ്സിസ്. വാർണിംഗ് സൈൻസ്, അതായത് നമ്മൾ പേടിക്കേണ്ട കണ്ടീഷൻ, അതായത് ഇതിൻ്റെ ഒരു അസുഖം നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വാർണിംഗ് സൈൻസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ മെഡിക്കേഷൻ ഇസ് ക്വൈറ്റ് എസെൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്, അല്ലെങ്കിൽ പിൻ എസെൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണെന്ന്? അമ്മു റൈറ്റ് ആൻസർ ചെയ്യാം. സോ യെസ്, ഫോർ എവ്രി വൺ ഹു ഹാവ് കമൻറ്റഡ് സി, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. സോ യെസ്, ലെറ്റ്സ് സി. സോ യെസ്, അമ്മു അടുത്ത് തന്നെ ആൻസർ തന്നിട്ടുണ്ട്, ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സി. വാർണിംഗ് സൈൻസ്, വാട്ട് ക്യാൻ യു ട്രേസ് ദിസ് പെർട്ടിക്കുലർ വേർഡ്സ്? വാർണിംഗ് സൈൻസ് എന്നുള്ള വേർഡ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് നോക്കുക. അമ്മു റൈറ്റ്, ബെൻസി റൈറ്റ്. സോ യെസ്, ദാറ്റ് ഈസ് ഫ്രം ബി. ഈ പറയുന്ന ടെക്സ്റ്റ് ബിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ യെസ്, ലെറ്റ് സി. കണ്ടോ ഇവിടെ വാർണിംഗ് സൈൻസ്, യു ക്യാൻ സീ ദാറ്റ് വെരി ക്ലിയർ. Okay, so I hope that is clear to each and every one of you. Moving on to the next question. What is neonatal sepsis? Neonatal sepsis എന്നുള്ള കണ്ടീഷൻ ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ നിങ്ങളെ മെറ്റീരിയൽ കൂടെ വായിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ബേബീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ യെസ്, വേർ ഡു യു ഫൈൻഡ് ദിസ്? ബെമി
Femi, sorry for mispronouncing your name. Okay, Femi, that's the right answer for the previous question. Ammu, okay, Ammu has commented A. Yes, absolutely right, dear. Akila, Arun, correct answer, dear. So yes, neonatal condition എന്നുള്ളത് അല്ലെങ്കിൽ neonatal sepsis, that is quite എവിഡൻറ്റ് അല്ലേ. ടെക്സ്റ്റ് എയിൽ ബേബീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട്, അതായത് ന്യൂ ബോൺസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ കണ്ടിരുന്നു നിയോനേറ്റൽ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഖില, ബെൻസി, ഫെമി, യെസ്, എല്ലാവരുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ് ഗൈസ്, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ലെറ്റ് സീ ഹൗ മെനി ഓഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് 7 out of 7 ഫോർ ദിസ് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോവാം. സോ ഐ ഹോപ്പ് everyone is ready. So yes, meropenem can be administered for hospital acquired lung function. എവിടെയാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ഒരു ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ ആയിരിക്കുമല്ലോ. സോ യെസ്, ആൻഡ് ഹോസ്പിറ്റൽ അക്വയർഡ് ലങ് ഇൻഫെക്ഷൻ. ഫെമി, ഡി. ഓക്കെ, അമ്മു, ഡി. യെസ്, സോറി. സോ യെസ്, റൈറ്റ് ആൻസർ. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവിടെ സസ്പെക്റ്റഡ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ്റെ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൺ ദ അതർ സൈഡ് വി ഹാവ് ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈൻസ്. അപ്പോൾ മെറോപ്പനത്തിൻ്റെ കാര്യം എവിടെയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എവിഡൻ്റ് ആണ്. യെസ്, സോ യെസ്, സോ ദാറ്റ് ഇസ് ക്ലിയർ അല്ലേ. സോ അഖില, ബെൻസി, അമ്മു, ആൽഫി ആൻഡ് സു, right answers dear. So that's absolutely correct. So yes, now the fifth question, who can get sepsis or who all can be affected by this particular medical condition called sepsis? Who can get? Who? So the people gonna get affected, adana chodyam. Now tell me if you know the answer. Do let me know through the comments. And innu ningal nalla interactive aayittaan vandirikkunnathu, and that is very എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്, വിച്ച് ഇസ് മേക്കിംഗ് മീ വെരി ഹാപ്പി അറ്റ് ദ മൊമെൻറ്റ്. ഓക്കെ, നൗ ടെൽ മീ ഹൂ ക്യാൻ ഗെറ്റ് സെപ്സിസ്. ടെൽ മീ ഗൈസ്. ലെറ്റ് മീ ടേക്ക് യു ത്രൂ ദ ഫസ്റ്റ് ടെക്സ്റ്റ്. ഇവിടെ എന്താ നോക്കിക്കോളൂ, ഇൻട്രോ പാർട്ടിലേക്ക് നോക്കൂ. ഫോർ എനി വൺ ഹു ഹാവൻ ഗോട്ട് ദ മെറ്റീരിയൽ, ജസ്റ്റ് ഹാവ് എ ലുക്ക്. ടെക്സ്റ്റ് ആയാലും നിങ്ങൾക്ക് സെപ്സിസ് എന്താണെന്ന് പറയുന്നുണ്ട്. പീപ്പിൾ വിത്ത് സെപ്സിസ് ഓഫൻ ഡെവലപ്പ് എ ഹെമറാജിക് റാഷ്. സോ യെസ്, അവിടെ സയൻസ് ആൻഡ് സിംറ്റംസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ നിയോനേറ്റൽ കണ്ടീഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് ടെക്സ്റ്റ് ബിയിലേക്ക് വന്നാലോ. അമ്മു ഒന്നോടെ നോക്കൂ. സോ ലെറ്റ് സി ഇപ്പം നിങ്ങളെല്ലാവരും എ പറയുന്നുണ്ട്. സി, വേർ ഡു യു ഫൈൻഡ് ദാറ്റ്? Yes, Ammu, absolutely right, which is B. See, first statement, anyone with an infection can get sepsis. Some people are more likely to get an infection that could lead to sepsis. അപ്പോൾ ഞാൻ അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് who gets affected. So yes, ആർക്കൊക്കെ ആണെന്നുള്ളത് അവിടെ പല പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. So yes, Femi, Ammu, Akhila, Naibi, Alfi, right answers. Yes. So yes, Adum and Sriti. Now the sixth question. Other names of sepsis. Other. So other എന്ന് പറയുമ്പോൾ it is called alternate. Alternative or alternate. Alternative or alternate. So tell me, എന്താണ് മറ്റു പേരുകൾ? എവിടെയാണ് നിങ്ങൾക്ക് അത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? യെസ്, അമ്മു, അബ്സല്യൂട്ട്ലി റൈറ്റ്, വിച്ച് ഇസ് ഫ്രം ടെക്സ്റ്റ് എ. യെസ്, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം സെപ്സിസ് സംടൈംസ് കോൾഡ് വാട്ട്? സെപ്റ്റിസീമിയ ഓർ ബ്ലഡ് പോയ്സണിങ്. യെസ്, റൈറ്റ്. സോ അതർ നെയിംസ് എന്നുള്ള കാറ്റഗറി അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, സോ അമ്മു ആൻഡ് സു, ബെൻസി, അഖില, റൈറ്റ്. നൗ ഈ ഒരു സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 7th ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയണം എത്ര പേർക്ക് 7/7 കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ. വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് സെപ്സിസ്? എത്ര സ്റ്റേജസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദ സ്റ്റേജസ് എന്നുള്ള കീവേഡ് ട്രേസ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടെ നിന്നാണ്, ഏത് ടെക്സ്റ്റിൽ നിന്നാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനുള്ള അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഇൻഫർമേഷൻ വരുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു വിൽ ഗെറ്റ് ഇറ്റ് റൈറ്റ്. Yes.
Okay, 6 and answers okay correct ആണ്. Now 𝐵𝐴NCI is commenting. Last question answer B. 𝐵𝐴NCI, അഞ്ജു, അഖില. Right answers dear. Yes, which is from text B. ടെക്സ്റ്റ് ബിയിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ ദാ ഇവിടെ ആർക്കൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ 3 സ്റ്റേജസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു രീതി കാണുന്നുണ്ട്. യെസ്, സോ യെസ് നിങ്ങൾ നോക്കിക്കോളൂ. ദാ 3 സ്റ്റേജസ്. സോ 3 സ്റ്റേജസ് ഓഫ് സെപ്സിസ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, സോ ടെൽ മീ എത്ര പേർക്ക് കറക്റ്റ് ആൻസേഴ്സ് ഈ 7 ക്വസ്റ്റ്യൻസിന് കിട്ടിയെന്ന് പറയാം. അപ്പോൾ നിങ്ങളത് പറയുമ്പോഴത്തേക്കും ഐ എം ഗോണ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ 8 to 14 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 8 to 14 വിത്ത് എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ് ഫ്രം ദ ടെക്സ്റ്റ്. ഈച്ച് ആൻസർ മേ ഇൻക്ലൂഡ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ബോത്ത്. സോ ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 8 തൊട്ട് 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന ലെറ്റേഴ്സ് വെച്ചിട്ടല്ല, വേർഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് വെച്ചിട്ടാണ്. ഷോർട്ട് ഫ്രേസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 to 4 വേർഡ്സ് ടു ദ മാക്സ്. സോ യെസ്, ഇതെല്ലാം ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പുറത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ യെസ്, ആൻഡ് ഈച്ച് ആൻസർ മേ ഇൻക്ലൂഡ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ബോത്ത്. സോ നിങ്ങൾ ആൻസേഴ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വേർഡ്സ് ആവാം, നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ വേർഡ്സും നമ്പേഴ്സും തമ്മിലുള്ള കോമ്പിനേഷൻ ആവാം. സോ യെസ്, ഐ ഹോപ്പ് എവരി വൺ ഇസ് റെഡി ടു ആൻസർ ദ അതർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ? സോ യെസ്, അമ്മൂനും 7/7 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രേറ്റ്. ഓക്കെ, ഫെമി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് ചെയ്യാം. സോ യെസ്, അപ്പം 7/7 കിട്ടിയ ആൾക്കാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേ, ലെറ്റ് മീ നോ. ഓക്കെ, നൗ 8 to 14 വിത്ത് വേർഡ് ഷോർട്ട് ഫ്രേസ് ആണെന്ന് പറഞ്ഞു. 8th ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. വാട്ട് ആർ ദ ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈൻസ് ഫോർ ഹോസ്പിറ്റൽ അക്വയർഡ് മെനഞ്ചൈറ്റിസ്? സോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽ അക്വയർഡ് മെനഞ്ചൈറ്റിസ്. So yes, Ansu 6/7, 𝐵𝐴NCI 6/7. Absolutely okay. ഇനി ബാക്കിയത് അത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കിടപ്പുണ്ട്. സോ ബാക്കിയുള്ള 13 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാം കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ, കൃത്യമായിട്ട് നോക്കുക. വാട്ട് ആർ ദ ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈൻസ് ഫോർ ഹോസ്പിറ്റൽ അക്വയർഡ് മെനഞ്ചൈറ്റിസ്? സോ മെനഞ്ചൈറ്റിസ് എന്നുള്ളത് എവിടെയാണ്? ടെക്സ്റ്റ് ഡി ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ? Okay, let's see. I'm going to take you through. So yes, hospital acquired ആണ് ആൻഡ് മെനഞ്ചൈറ്റിസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ യെസ്, സോ മെനഞ്ചൈറ്റിസ് ഇസ് റൈറ്റ് ഓവർ ഹിയർ. ആൻഡ് നിങ്ങൾക്ക് നോക്കാം, ഹോസ്പിറ്റൽ അക്വയർഡ് ആണെങ്കിൽ വാട്ടർ 3 പേരുകൾ അവിടെയുണ്ട്. സോ ഈ 3ഉം നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടി വരും. സോ ദാറ്റ് ഇസ് vancomycin, cefepime and ceftazidime. Okay, so these are the 3 antibiotics. vancomycin, cefepime, ceftazidime. Okay, yes, I hope that is clear. So അത് 3ഉം എടുത്തെഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ യെസ്, നൗ ദ 9th question. People with which metabolic condition are more likely to get sepsis? Which metabolic condition? Metabolic condition. So that is a condition which can be like blood pressure, okay, diabetes or something of that, hypertension or something of that kind. Now tell me, let's see how many of you will get it right. Yes, see, എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ 2 മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആൻഡ് സോ ബി വെരി കെയർഫുൾ വൈൽ റൈറ്റിംഗ് ദ സ്പെല്ലിങ്സ്. ഓക്കെ, ലെറ്റേഴ്സ് എടുത്തെടുത്ത് എഴുതുമ്പോൾ കൃത്യമായിട്ട് നോക്കുക എവിടെയെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ വരുന്നുണ്ടോ. ഓക്കെ, അമ്മു ഡയബറ്റീസ് എന്നുള്ള ആൻസർ പറഞ്ഞു. ദാറ്റ് ഇസ് ട്രൂ. ആൻഡ് ബിഫോർ ദാറ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. സോ നിങ്ങൾ നോക്കുക, വാട്ട് ആർ ദ ആൻറ്റിബയോട്ടിക് ഗൈഡ് ലൈൻസ് ഫോർ ഹോസ്പിറ്റൽ അക്വയർഡ് മെനഞ്ചൈറ്റിസ് ആയിരുന്നു ചോദ്യം. അപ്പോൾ ആദ്യം മെനഞ്ചൈറ്റിസ് എവിടെയാണെന്നുള്ളത് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആൻഡ് ദിസ് ഇസ് കമ്മ്യൂണിറ്റി അക്വയർഡ് ആൻഡ് ദിസ് ഇസ് ഹോസ്പിറ്റൽ അക്വയർഡ്. ആൻഡ് ഇവിടെ നോക്കൂ, vancomycin, cefepime ആൻഡ് ceftazidime. സോ ഈ 3 കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ 3ഉം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ആൻസേഴ്സ് തെറ്റിപ്പോവും. സോ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നൗ ഏത് മെറ്റബോളിക് കണ്ടീഷനാണെന്നുള്ളതാ. യെസ്, എവിടെയാണ് ആൻസർ? ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് കിട്ടും. യെസ്, ഇവിടെ നോക്കാം. സോറി. യെസ്, people with diabetes. Yes, so
മെറ്റബോളിക് കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും യൂസ് യുവർ ബ്രെയിൻ ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ഡയബറ്റീസ്. യെസ്. നൗ 10th question. Which infection causes the most case of sepsis? Which infection? ഇതൊരു ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. സോ വാട്ട് കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് ഇറ്റ്? എന്ത് കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനാണ്? വാട്ട് കൈൻഡ് ഓഫ് ആൻ ഇൻഫെക്ഷൻ? കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന സെപ്സിസ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷനെ പുട്ട് ചെയ്യുക? സോ ടെൽ മീ. Yes, Ammu, the right answer, which is bacterial. Yes, right, absolutely right, which is bacterial infection. That is text B യുടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. So yes, that is actually bacterial infection. Yes. So yes, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു വന്നിട്ടുണ്ട് സെപ്സിസ് ഒരു ലൈഫ് ത്രെറ്റനിങ് റിയാക്ഷൻ ടു ആൻ ഇൻഫെക്ഷൻ എന്നുള്ളത് പറഞ്ഞു. മൂവിങ് ഓൺ, നമ്മൾ ടെക്സ്റ്റ് ബിയിലേക്ക് വരുമ്പോൾ ആർക്കൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസ് മോസ്റ്റ് കേസ് ഓഫ് സെപ്സിസ് എന്നുള്ളതാണ് പറയുന്നത്. യെസ്. സോ യെസ്, സോ ദാറ്റ് ഈസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. യെസ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് വെരി ക്ലിയർ അല്ലേ? Yes, now അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. സോ യെസ്, നെക്സ്റ്റ് is which is the most frequently isolated bacteria in sepsis? Isolated bacteria, എവിടെയാണ് നമ്മൾ ബാക്ടീരിയനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. യെസ്, ഫെമി, ടെക്സ്റ്റ് ബി, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, വിച്ച് ഇസ് ടെക്സ്റ്റ് ബി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഏതാണ് ആൻസർ എന്നും കൂടെ വേണം. ഓക്കെ, അമ്മു കമൻറ്റ് ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്, വിച്ച് ഇസ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. ദാറ്റ് ഇസ് ഫ്രം എവിടെ നിന്നാണ്? സി. ആൻഡ് ദാറ്റ് ഇസ് ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. യെസ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു ഈച്ച് ആൻഡ് എവറി വൺ. നൗ 12th. How hemorrhagic rash looks like if it is untreated? Hemorrhagic rash എങ്ങനെയാണ് കാണപ്പെടുക? So you have to look for the word hemorrhagic rash. Yes, and so that is correct. Yes, that is Staphylococcus aureus for the previous question. And now the next question. How hemorrhagic rash looks like if it is untreated? Tell me guys, എത്ര പേർക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയട്ടെ. ഇവിടെയാണ് hemorrhagic rash എന്ന് കാണാൻ പറ്റുക. This is obviously from text A. So people with sepsis often develop a hemorrhagic rash, a cluster of tiny blood spots that looks like pinpricks in skin. If untreated, this gradually get bigger and begin to look like fresh bruises. Yes, the bruise പോലെയാണ്, fresh bruise പോലെയാണ് ഇത് കാണാൻ പോകുന്നത്. So the answer is fresh bruises. Yes. ആൻഡ് അവിടെ പ്ലൂറലായിട്ട് തന്നെ എടുത്ത് എഴുതണം കേട്ടോ, ബിക്കോസ് അവിടെ ഒരു ബ്രൂയിസ് എന്ന് മാത്രമല്ല ഫ്രഷ് ബ്രൂയിസസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ 13th question. Which age group are most likely to get sepsis? സോ ഒരു പെർട്ടിക്കുലർ കാറ്റഗറീനെയാണ് ചോദിക്കുന്നത്, ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. Which age group? സോ ഓൾവേസ് റിമെമ്പർ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്ലൂറാലിറ്റി എന്ന് പറയുന്നത് ഇസ് വെരി വൈറ്റൽ. സോ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ ഒരു എസ് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് തെറ്റ് പറ്റാനുള്ള ചാൻസസ് ഉണ്ട്, ബിക്കോസ് ദർ ഇസ് നോ ഹാഫ് റൈറ്റ് ഓർ ഹാഫ് റോങ് ആൻസേഴ്സ് ഇൻ OET. ഏതാ നിങ്ങൾ എഴുതുന്നത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, അങ്ങനെ മാത്രമേ ഉള്ളൂ. സോ നൗ ടെൽ മീ വിച്ച് ഇസ് ദ ഏജ് ഗ്രൂപ്പ്. ഏജ് ഗ്രൂപ്പ് ഏതാണ്? വിച്ച് ഏജ് ഗ്രൂപ്പ് ആർ മോസ്റ്റ് ലൈക്ലി ടു ഗെറ്റ് സെപ്സിസ്? ടെൽ മീ ഗൈസ്, നോക്കട്ടെ എവിടെയാണ് ഏജ് ഗ്രൂപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ അല്ലേ, പീപ്പിൾ ഓവർ 75. യെസ്, ഓവർ 75. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് നിങ്ങൾക്ക് വിളിക്കാം അല്ല, ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറീനെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഓവർ 75. യെസ്. സോ യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ 14th question, which is ഈ ഒരു സെറ്റിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൈറൽ ഇൻഫെക്ഷൻസ് ആർ occurred due to sepsis? ഏതൊക്കെ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ യെസ്, സോ
യെസ്, ആ ഫെമി, ആ ഫ്രഷ് ബ്രൂയിസസ് എന്നുള്ളത് പ്രീവിയസിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പം ഒരിച്ചിരി ഗ്യാപ്പ് ഇടണം കേട്ടോ. സോ യെസ്, ഫ്രഷ് ഇസ് വൺ വേർഡ് ആൻഡ് ബ്രൂയിസസ് ഇസ് എറ്റ് അനദർ വേർഡ്. ഓക്കെ, സോ യെസ്, ഇതിനൊക്കെ ആൻസേഴ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അമ്മു O75 നമ്മുടെ ഈ ക്വസ്റ്റൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് വൈറൽ ഇൻഫെക്ഷൻസ് ആർ ഒക്കേർഡ് ഡ്യൂ ടു സെപ്സിസ്? എവിടേക്കാണ് ഇൻഫെക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്, അതും വൈറൽ ഇൻഫെക്ഷൻസ്? സോ യെസ്, ടെൽ മീ. ടെക്സ്റ്റ് എയിലേക്ക് ഞാൻ നിങ്ങളെ എടുക്കുവാണ്. ഇവിടെ സൈൻസ് ആൻഡ് സിംറ്റംസും ഇൻട്രൊഡക്ടറി കാര്യങ്ങളും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ ഏതൊക്കെ ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ യു ക്യാൻ സീ സംതിങ് കോൾഡ് വൈറൽ infections, and which are they? COVID-19 or influenza. So yes, viral infections ennu parayunnathu COVID-19 or influenza. So yes, now what's the answer? It is COVID-19 or influenza. So I hope that is clear. So yes, so this is your answer. Now the last set of questions, 15 to 20. ഇത്ര നേരം നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് എഴുതുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ടു ദ എൻഡിങ് അല്ലെങ്കിൽ ടുവേർഡ്സ് എൻഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് ഇസ് മോർ ഓഫ് fill in the blanks type. So yes, I am going to read the instructions. Questions 15 to 20, complete each of the sentences. 15 to 20 with a word or a short phrase from one of the text. Each answer may include words, numbers or both. So yes, 15 to 20 വരെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേർഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് മാത്രം യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇത് ടെക്സ്റ്റിനകത്തുനിന്ന് മാത്രം എഴുതുക. നിങ്ങളുടേതായ ഓൺ ഇൻ്റർപ്രിറ്റേഷൻസിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് everyone is clear with the instructions and thorough with the instructions. So yes, I think there is a slight delay in the network. So yes, അമ്മുവിന് അവിടെ 7/7 കിട്ടി. സോ ഹാപ്പി അമ്മു. അവിടെ COVID-19 എന്ന് മാത്രമല്ലടാ പറയേണ്ടത്. യു വിൽ ഹാവ് ടു മെൻഷൻ ഇൻഫ്ലുവൻസ ടു. ഓക്കെ, സോ യെസ്, നൗ 15th ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ലാക്ക് ഓഫ് ഡാഷ് ഇസ് ലോങ് ടേം എഫക്ട്സ് ഓഫ് പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം. പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം എന്നുള്ളത് അവിടെ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ലാക്ക് ഓഫ് വാട്ട്, എന്താണ് അവിടെ നഷ്ടമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അവിടെ നഷ്ടമാകുന്നത്? ലാക്ക് ഓഫ് വാട്ട്. ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ്സ് എ ഡെഫിഷ്യൻസി അല്ലേ, എന്തോ ഒന്നുമില്ല, ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ യെസ്, ലെറ്റ് സീ. ഫെമിക്കുട്ട എഴുതുമ്പോൾ വാട്ട് യു ഹാവ് ടു ലുക്ക് ഇസ് ലൈക്ക്, എല്ലാം എഴുതുന്നതിനും ഒരു ക്യാപ്പ് കൊടുക്കുക. COVID-19 സെപ്പറേറ്റ് ആൻഡ് ദെൻ ഇൻഫ്ലുവൻസ. ഓക്കെ, യെസ്, ഓക്കെ. സോ നൗ ഞാൻ നിങ്ങളോട് 15th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലാക്ക് ഓഫ് ഡാഷ് ഇസ് എ ലോങ് ടേം എഫക്ട്സ് ഓഫ് പോസ്റ്റ് സെപ്സിസ് സിൻഡ്രം. സോ യെസ്, പോസ്റ്റ് സെപ്സിസ് സിൻഡ്രത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ടെൽ മീ. ആർക്കും ആൻസേഴ്സ് കിട്ടിയില്ല? ഓക്കെ, ലെറ്റ് മീ ടേക്ക് യു ത്രൂ ദ ടെക്സ്റ്റ്. സോ യെസ്, പോസ്റ്റ് സെപ്സിസിനെ കുറിച്ച് എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. സോ ഇവിടെയാണ് ലോങ് ടേം എഫക്ട്സ് ഓഫ് പോസ്റ്റ് സെപ്സിസ് സിൻഡ്രത്തിനെ കുറിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നോക്കുക, ലാക്ക് എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ടെക്സ്റ്റ് സിയിലെ ബുള്ളറ്റ് പോയിൻറ്റ്സിലാണ്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ യെസ്, സോ ഇവിടെ നിങ്ങൾക്ക് ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ്, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Are you guys ready? Are you guys able to say yes, lack of appetite? Okay, so yes, that's the right answer, which is appetite. Okay, appetite എന്നുള്ളതാണ് അവിടെ correct ആയിട്ടുള്ള ആൻസർ. Okay, and so right answer, right answer. Now the 16th question. Vancomycin and cefepime are used for urinary tract dash infection. യൂറിനറി ട്രാക്ട് ഡാഷ്. അപ്പം നിങ്ങൾക്ക് 2 ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെങ്കോമൈസിൻ ആൻഡ് സെഫ്പീമിൻ്റെ കാര്യവും വെങ്കോമൈസിൻ്റെ കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു ഹാവ് യൂറിനറി ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടെക്സ്റ്റ് ഡിയിലേക്ക് വരാം.
So yes, lung, abdomen, skin and soft tissue, urinary tract. So you have your keyword right over here. So yes, urinary tract ne kurichu samsarikkumbol avade endokkayanu koduttirikkunne ennu krithyamayittonu nokkuka. And ee parayna vancomycin um adupole cefepime um adupole thanne you have another which is carbapenem. And ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ടു ഹോസ്പിറ്റൽ അക്വയർഡ്. യെസ്, സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഹോസ്പിറ്റൽ അക്വയർഡ്. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് ദ ആൻസേഴ്സ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നൗ ദ 17th question. Sepsis can develop within dash of a newborn. സോ വിത്തിൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു ടൈം ഫ്രെയിം ആണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ടൈം ഫ്രെയിമിനെ കുറിച്ചാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. വിത്തിൻ. ഓക്കെ, നൗ ടെൽ മീ 24 hours. Absolutely correct. Which is 24 hours. And where do you find this answer? Which is in next day. ന്യൂ ബോണിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. Sepsis can develop within 24 hours of birth and in newborns. The issue is called neonatal sepsis. So that's the time frame, which is 24 hours. Okay, now moving on to the next question. 18. Dash has similar antibiotic treatment for hospital and community acquired infection. So you have similar antibiotic treatment for hospital. ഏതിനൊക്കെയാ ഹോസ്പിറ്റലിനും കമ്മ്യൂണിറ്റി അക്വയർഡിനും സെയിം മെഡിക്കേഷൻ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ യെസ്, സോ വിച്ച് ഇസ് എ കണ്ടീഷൻ? ഏത് കണ്ടീഷനാണത്? So this is your area. So you will have to see ഇത് രണ്ടും സെയിം ആയിട്ട് വരുന്നത് എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. Do you have the answers? If you have the answers, do let me know through the comments. Let me see how many of you have got it right. So yes. See, അബ്ഡമനിലാവുമ്പോൾ കമ്മ്യൂണിറ്റി അക്വയർഡും ഉണ്ട്, ഹോസ്പിറ്റൽ അക്വയർഡും ഉണ്ട്. ഓക്കെ, ഇസ് ദർ എനിത്തിങ് എൽസ്? ഇവിടെ നോക്കുക, ലങ്ങിന് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് ഇസ് നോട്ട് അവർ ആൻസർ. ഇവിടെ നമുക്ക് അബ്ഡമൻ ഒന്ന് എടുക്കാം, രണ്ടും സെയിം ആണ്. എവറിത്തിങ് ഇസ് സെയിം റൈറ്റ് ഓവർ ദർ. സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂലേക്ക് നോക്കിക്കഴിയുമ്പോൾ യു ഹാവ് ഡിഫറെൻറ്റ് വൺസ്. ദെൻ യൂറിനറി ട്രാക്കിലേക്ക് നോക്കുമ്പോഴും യു ഹാവ് ഡിഫറെൻറ്റ് വൺസ്. ഇനി മെനഞ്ചൈറ്റിസിലേക്ക് നോക്കുമ്പോഴും യു ഹാവ് ഡിഫറെൻറ്റ് വൺസ്. ന്യൂട്രോപെനിക്കിലേക്ക് നോക്കിക്കഴിയുമ്പോഴും യു ഹാവ് ഡിഫറൻസ് വൺ, ബട്ട് ദ സെയിം ആസ് എബോവ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ലൈക്ക് സിമിലർ. ആൻഡ് അൺഡിറ്റർമൈൻഡ് കേസിലും സെയിം ആസ് എബോവ് എന്നുള്ളത് പറയുന്നുണ്ട്. സോ യു ഹാവ് 3 ഓപ്ഷൻസ്, ബട്ട് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നത് അബ്ഡമൻ തന്നെയാണ്. ഓക്കെ, യു ഹാവ് 3 ഓപ്ഷൻസ്, ബട്ട് ദ ക്യാൻസർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് അബ്ഡമൻ ആണ്, ബിക്കോസ് ദാറ്റ് ഇസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ യെസ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 19th one. Yes, dash 4 of impinum is recommended starting antibiotic dosage for treating sepsis. So this is all about an antibiotic dosage എന്ന് പറയുന്നത്. So yes, it's all about an antibiotic dosage. Yes, so yes, 4. So where do you find this answer? It's right over here. അല്ലേ, ഇതിനകത്ത് ഇമ്പിനം വേണ്ട, നമ്മൾ ആ ഗ്രാം മാത്രം മെൻഷൻ മതി. So mention ചെയ്താൽ മതി, which is 0.5 gram. Yes. Okay. So now, last question. Sepsis happens when your dash overreacts to an infection. Okay. Sepsis happens when your dash overreacts to an infection. So that is very common question to ask. എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ആഫ്റ്റർ saying this answer, do let me know how many of you have got every answers correct. So 20/20 കിട്ടിയ ആൾക്കാരും on what is the time that took you to complete all these questions എന്നുള്ള കാര്യങ്ങൾ വന്ന് പറയുക. So yes, a more right answer, which is immune system. You will definitely have to write over here because നമ്മൾ എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. I was just pointing it down. Okay, so yes, immune system എന്നുള്ളത് എവിടെയാണ്? It happens when your immune system overreacts to an infection. So yes, now we have come to
and end of discussing all the 20 questions of OET reading part A on the particular topic called sepsis. Sepsis ne kurichulla 20 questions nammal discuss cheyidu. Now tell me how many of you have got it right. Alla answers correct aaya aalkarike onnu parney. Let me see. And then ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങളിങ്ങനെ തറവായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ OET റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിന് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓൾവേസ് റിമെമ്പർ ടു ഹാവ് ദിസ് പ്രാക്ടീസ് സെക്ഷൻസ് കണ്ടിന്യൂസ്ലി. സോ നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ദ വീക്കിൽ നമ്മൾ ഒരുപാട് ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷാർപ്പ് അറ്റ് 8 PM. സോ എല്ലായ്പ്പോഴും കൃത്യമായിട്ട് ഈ പറഞ്ഞ ലൈവ് സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. അമ്മു, കൺഗ്രാറ്റുലേഷൻസ്, ദാറ്റ് ഈസ് 20/20. ഗ്രേറ്റ് ജോബ് ഡിയർ, കൺഗ്രാറ്റുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. ആൻഡ് നൗ അമ്മു took only 12 minutes. യെസ്, ദാറ്റ്സ് ഹൗ യു ഹാവ് ടു ഡീൽ വിത്ത് OET റീഡിംഗ് പാർട്ട് എ. പാർട്ട് എയിൽ 15 മിനിറ്റിലാണ് നിങ്ങൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മാക്സിമം നിങ്ങൾ എടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് 14 അല്ലെങ്കിൽ 15 മിനിറ്റാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ യെസ്, 12 minutes is a good timing. ഓക്കെ, നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 അല്ലെങ്കിൽ 9 മിനിറ്റിലൊക്കെ നിങ്ങൾ കറക്റ്റ് 20 ആൻസേഴ്സും കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. സോ കീപ് പ്രാക്ടീസിങ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. Good night, guys. See you soon on yet another live session. This is Krishna from 𝐻𝐿 Academy signing off. Thank you.